ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ലൈവ് കോച്ചിങ് സെഷനാണ്. ഏകദേശം 500ഓളം കാണികൾ ലൈവായിട്ട് ഇരിക്കുമ്പം അതിൽ നിന്ന് ആരോ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഒരു കീനോട്ട് സ്പീച്ച് അല്ല, ഒരു പ്രസൻറ്റേഷൻ അല്ല, ഒരു ട്രെയിനിങ് അല്ല. അപ്പോൾ ഇതിനൊരു കോച്ചിങ് എന്ന നിലയിലാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇയാളുടെ പ്രസൻറ്റേഷൻ നല്ലത്. ഐ എം നോട്ട് എ പ്രസൻറ്റർ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഞാനൊരു പ്രസൻറ്റർ അല്ല, ഒരു ട്രെയിനർ അല്ല, ഒരു ഫെസിലിറ്റേറ്റർ അല്ല. ഞാൻ വെറും ഒരു കോച്ചാണ്. ഞാൻ ആരെയും തന്നെ ഫോക്കസ് ചെയ്യണില്ല. ആ ചോദ്യം ചോദിച്ച ഇൻഡിവിജ്വലിനെ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഇൻഡിവിജ്വൽ ആരാന്ന് പോലും എനിക്കറിയില്ല, എവിടെ നിന്നാണെന്ന് അറിയില്ല, ഐഡൻറ്റിറ്റി ഒന്നും ഞങ്ങൾ റിവീൽ ചെയ്യാറില്ല, ചോദിക്കാറില്ല. ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ചിലർ ചോദിക്കാറുണ്ട് നിങ്ങളെന്താ മലയാളം ഇങ്ങനെ സംസാരിക്കുന്നത്. മലയാളം എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജും അല്ല, സെക്കൻഡ് ലാംഗ്വേജും അല്ല, തേർഡ് ലാംഗ്വേജാണ്. ആ ഒരു മലയാളം കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും വെച്ചിട്ടാണ് ഞാനിത് മാക്സിമം ഞാൻ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിനുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. We are recording this and this will be posted on YouTube. Are you okay with that? Yes. Okay. Number 2, what is that? I don't want to know your name. No designation, nothing. Onnum paranda avashyamilla. Don't tell me anything. I just want to ask you, what is that you want to achieve by the end of the session? Ipo ningal oru session kandallo. Tell me what is that you want to achieve? What clarity do you want? The main reason ഞാൻ ഇതിന് വരാൻ കാരണം നമ്മുടെ മൈൻഡ് ഫുൾ കൺഫ്യൂസ്ഡ് ആണ്. So if you advise me for that, I'll be grateful. Once again, no, don't ask for what I can advise. Tell me what you want. 2 things. What I advise is a different thing and what you want is a different thing. What is that you want? In 1 sentence. ഞാൻ ബേസിക്കലി ഒരു IT പ്രൊഫഷനാണ്. അപ്പോൾ വർക്കിൽ ചില സമയങ്ങളിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ്, അത് കഴിഞ്ഞ് നമ്മുടെ ഫാമിലിയിലേക്ക് പോണു. ആ ഒരു ടൈമിൽ നമുക്ക് വർക്ക് പ്രഷർ കാരണം ചില ടൈമിൽ ദേഷ്യം, അതുപോലെ ചില സമയത്ത് നമുക്ക് ഡീല് മുന്നേ ഇതെല്ലാം നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തിരുന്നതായിരുന്നു. സെയിം ടൈം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ കയറുക, ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ടെൻഷൻ വരിക, ആ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള പോലെ തോന്നുക. Okay, great. No issues at all. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഈ ഒരു സംസാരം കഴിഞ്ഞാൽ ഇതിന് ഒരു സൊല്യൂഷൻ, ഹൗ ക്യാൻ നിങ്ങൾ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള സൊല്യൂഷനാണ് നിങ്ങൾ കാണുന്നത്. Yes. Okay, is that correct? Correct. Okay, ഇപ്പോൾ നിങ്ങളുടെ ക്ലാരിറ്റി, ആ ഒരു ക്ലാരിറ്റി എന്താണ് സ്ട്രെസ്സിന്റെ കാര്യത്തിൽ? നിങ്ങൾ എത്ര ക്ലിയർ ആണ്? ദാറ്റ് ഈസ് ഞാൻ ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ് എന്നുള്ള ആ ക്ലാരിറ്റി എത്ര ഉണ്ട്? I can, that is 50-50 chance. Okay, 50-50. That means 50 you can manage and 50 you can't manage. Is it right? Yes. Okay, great. ബേസിക്കലി ഞാനൊരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാൾ കൂടെയാണ്. അപ്പൊ എന്റെ കൂടെ എന്റെ കൊളീഗ്സ് ഉണ്ട്. അപ്പൊ അവര് ചില സമയത്ത് ചില ഇഷ്യൂസ് ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വരും. പക്ഷെ ഞാൻ അവരോട് ദേഷ്യപ്പെടാറില്ല. ബട്ട് ഇവൺ അത് ഞാൻ തന്നെ ആയിട്ട് ഒരു ടെൻഷൻ ആയിട്ട് ഏറ്റെടുത്ത് ഇങ്ങനെ ഫുൾ അതുമായിട്ട് നടക്കും. അവരോട് ഇത് യാതൊരു കാരണവശാലും ഷെയർ ചെയ്യാൻ ദേഷ്യപ്പെടാറില്ല. ബട്ട് മൈസെൽഫ് അതൊരു ടെൻഷനായിട്ട് കൊണ്ട് നടന്ന് ആ ഫുൾ അങ്ങനെ തന്നെ ഒരു ഡെസ്പായിട്ടൊക്കെ ആയിട്ട് ചിലപ്പോൾ പോവാറുണ്ട്. അത് ഒരു പക്ഷേ അവര് ചെയ്യുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നമ്മുടെ അതിലേക്ക് വരുന്നതാണോ, അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ അവര് ചെയ്തേക്ക് എന്റേതായിട്ട് ഞാൻ കണക്കാക്കും. അങ്ങനെ ഉള്ളൊരു പ്രശ്നമാണ്. നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പോ അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ലല്ലോ? ഇല്ല. പിന്നെ ആർക്കാ ഇവിടെ നഷ്ടം? നഷ്ടം എനിക്ക് തന്നെയാണ്. അപ്പോ കല്യാണം കഴിച്ച ആളാണോ? അതെ. 2 കുട്ടികൾ. എത്ര വയസ്സുള്ള കുട്ടികളാ? 7, 5. ഓക്കെ. ഈ ടെൻഷനൊക്കെ വീട്ടിൽ ഫാമിലി നിങ്ങളൊപ്പം തന്നെയാണോ? അതെ, എന്റെ കൂടെ ഉണ്ട്. ഓക്കെ. ഈ ഒരു ടെൻഷൻ പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ടെൻഷൻ അവർക്കും കൊടുക്കാറുണ്ടോ? അവർക്ക് നമ്മളിങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കും, മൊബൈലിൽ ഇങ്ങനെ നോക്കി കുറച്ചു നേരമൊക്കെ ഇരിക്കും. അപ്പൊ അവർക്കറിയാം ഹസ്ബൻഡ് മൂഡിലില്ല, അല്ലെങ്കിൽ അവർക്കറിയാം പപ്പ മൂഡിലില്ല എന്നുള്ള കുട്ടികൾക്ക് അറിയില്ലേ? അതെ. അപ്പൊ അവർക്കും നിങ്ങൾ യഥാർത്ഥ രീതിയിൽ ഇൻഡയറക്ട്ലി നിങ്ങൾ അവർക്കും ടെൻഷൻ കൊടുക്കണില്ലേ? കറക്റ്റ്. കാരണം പപ്പാനായിട്ട് ഇന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പപ്പ നല്ല മൂഡിലല്ല, ചിലപ്പോൾ അറിയില്ല ദേഷ്യം പിടിക്കുമെന്നോ, അല്ലെങ്കിൽ പപ്പാനോട് ഒരു സാധനം വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ അത് പറഞ്ഞാൽ വാങ്ങിച്ചു തരും, ഞങ്ങൾക്ക് അറിയില്ല പപ്പാന്റെ മൂഡ് കറക്റ്റ് അല്ലെന്ന് അവർക്ക് തോന്നില്ലേ? അതെ. അവർ വലുതായി കഴിഞ്ഞാൽ അത് മറക്കാതിരിക്കില്ലല്ലോ. ഇല്ല. അപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ ആയിട്ട് മാറണോ? നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നിങ്ങളൊരു എക്സാമ്പിൾ ആയിട്ട് മാറണുണ്ടോ?
അപ്പോ അത് എങ്ങനെ നമുക്കൊന്ന് മാനേജ് ചെയ്യാം, അതിന്റെ ഒരു അത് അഡ്വൈസ്. വളരെ സിമ്പിൾ അഡ്വൈസ് ഇല്ല എൻ്റെ അടുത്ത്. കാരണം എൻ്റെ അടുത്ത് അഡ്വൈസ് എന്ന സാധനം തന്നെ ഇല്ല. എനിക്ക് ആകെയുള്ളത് നിങ്ങളുടെ അടുത്ത് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ഞാൻ പറയാം. എൻ്റെ അടുത്ത് അഡ്വൈസ് ഇല്ല. എൻ്റെ അടുത്ത് ഒന്നിനും ഉത്തരം എൻ്റെ അടുത്ത്. ഞാൻ ആർക്കും ഉത്തരം കൊടുക്കാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ ഉം, ഉത്തരം കൊടുക്കാറില്ല, പക്ഷെ ഉത്തരം നിങ്ങളുടെ അടുത്തുണ്ട്. ഉം. അല്ലേ? നിങ്ങളുടെ അടുത്തില്ലേ ഉത്തരം? അതെ, അതെ. ആ ഒരു വിശ്വാസം വേണ്ടത്. നിങ്ങളുടെ അടുത്ത് എല്ലാവരും ഇവിടെ ഉള്ള എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? ഐ ആം എ ലീഡർ എന്ന ടൈപ്പ്, ഐ ആം എ ലീഡർ എന്ന എല്ലാവരും ടൈപ്പ്. നിങ്ങളെല്ലാവരും ലീഡർഷിപ്പുള്ള ക്വാളിറ്റി ഉണ്ട്. എൻ്റെ ജോലി എന്ന് വെച്ചാൽ അത് ഒരു ക്ലാരിറ്റി കൊണ്ടുവരാമെന്ന് മാത്രമേ. അതിൻ്റെ അപ്പുറത്ത് എനിക്കൊന്നുമില്ല. ഒരു മാജിക്കും ഇല്ല അവിടെ. ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലെ പൊട്ടൻഷ്യലിനെ പുറത്ത് കൊണ്ടുവരാമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഉം, ഇപ്പോൾ നിങ്ങൾ ഉം. പറഞ്ഞു നിങ്ങൾ ഐ ടിയിലാണെന്ന് പറഞ്ഞു. നിങ്ങൾ ആർ യു വർക്കിംഗ് ആസ് എൻ എംപ്ലോയി ഓർ യു വർക്കിംഗ് ആസ് എ ബിസിനസ് ഓണർ? ഓണർ. ഓണർ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഈ ടെൻഷന് കാരണം നിങ്ങളുടെ കൺസിസ്റ്റൻസി ഇല്ല. ഇന്ന് ചിലപ്പോൾ ദേഷ്യത്തിലായിരിക്കും, ഇന്ന് ചിലപ്പം നിങ്ങളുടെ മൂഡ് ഔട്ട് ആയിരിക്കും, പിറ്റേ ദിവസം ചിലപ്പോൾ സന്തോഷമായിരിക്കും, മൂന്നാമത്തെ ദിവസം ചിലപ്പോൾ സാഡ്നെസ് ആയിരിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൺസിസ്റ്റൻസി അപ്പ് ആൻഡ് ഡൗൺ അല്ലേ? ഉം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റാഫ് മെമ്പേഴ്സും നിങ്ങളായിട്ട് അങ്ങനെ അല്ലായിരിക്കും പെരുമാറാം. അതെ. നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് അവിടെ ഫ്രീക്വൻസി അവിടെ മാറും. നിങ്ങൾ എപ്പോഴും ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞുകൊണ്ടും അത് വളരെ ഡീസൻ്റ് ആയിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, തീർച്ചയായും നിങ്ങളുടെ സ്റ്റാഫ് മെമ്പർ നിങ്ങളായിട്ട് അങ്ങനെയല്ലേ പെരുമാറുള്ളൂ. അതെ, അതെ. അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇപ്പം നിങ്ങൾ ഒരു ടെൻഷൻ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല, നോട്ട് ഓൺലി ഫോർ യുവർ ഹെൽത്ത്, അവിടുത്തെ എൻവയറമെൻറ്റ് കംപ്ലീറ്റ് നിങ്ങൾ സ്പോയിൽ ചെയ്യില്ലേ? അതെ. എവിടെ ഓഫീസിലെയും ഓർഗനൈസേഷനും, അത് കൂടാതെ വീട്ടിലും എൻവയറമെൻറ്റ് നിങ്ങൾ സ്പോയിൽ ചെയ്യണം. ഇസ് ഇറ്റ് റൈറ്റ്? യെസ്. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ അറിയേണ്ട ഇൻറ്റിഗ്രേഷൻ എന്ന് പറയാം. എല്ലാവരും ഐ എന്ന ടൈപ്പ്. യു ഹാവ് ടു ഇൻറ്റിഗ്രേറ്റ് യുവർ ലൈഫ് ആൻഡ് യുവർ പ്രൊഫഷൻ. ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക, ബാലൻസ് അല്ല, ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക. അതായത് ഒരിക്കലും നിങ്ങൾ അവിടുത്തെ ടെൻഷൻ ഇങ്ങോട്ടും കൊണ്ടുവരാൻ പാടില്ല, ഇവിടുത്തെ ടെൻഷൻ അങ്ങോട്ടും കൊണ്ടുവരാൻ പാടില്ല. സോ എന്താണ് 3 കാര്യങ്ങൾ പറയാം? നിങ്ങൾ ടെൻഷൻ കൊണ്ടുവരുന്ന 3 കാര്യങ്ങൾ പറയാം. അതിപ്പോ ഒരു സെയിം ടൈം ഒരു ദിവസം മിനിമം ഒരു ചില സമയങ്ങളിൽ 100 to 50 to 100 റേഞ്ച് ഫോൺ കോൾസ് വരും. അപ്പൊ അതിൽ ഒരു സമയത്ത് ചിലപ്പോൾ 2 പേരൊക്കെ വിളിക്കുമ്പോൾ നമ്മുടെ കൂടുതൽ കോൺസെൻട്രേഷൻ ബാക്ക് എൻഡ് ബിസിനസ് ആയതുകൊണ്ട് കസ്റ്റമർ വിളിക്കാൻ പക്ഷേ കസ്റ്റമറുടെ എഴുതിക്കും. അപ്പൊ ഒരേ ടൈമിൽ ഓവർലോഡ് വരുന്ന പോലെ ഫീൽ ചെയ്യും. ഉം, ഉം. അതിന് എന്താണ് ഒരു വഴികൾ? അതായത് കോൾ വരും വേണം, പക്ഷെ ആ കോൾ എല്ലാം നിങ്ങൾക്കാണോ വരുന്നത്? കൂടുതലും എനിക്കാണ് വരാറ്. വൈ ഇസ് ഇറ്റ് കമ്മിങ് ടു യു? നിങ്ങൾക്കാണ് കോൾ വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം യു ആർ നോട്ട് വർക്കിംഗ് ഓൺ ദ ബിസിനസ്, യു ആർ വർക്കിംഗ് ഇൻ ദ ബിസിനസ്. വളരെ സിമ്പിളാണ്. അതായത് നിങ്ങളാണ് കോൾ ഹാൻഡിൽ ചെയ്യുന്നത്, നിങ്ങളാണ് സ്റ്റോർ തുറക്കുന്നത്, നിങ്ങളാണ് പാസ്വേഡ് മാറ്റുന്നത്, നിങ്ങളാണ് സെയിൽസ് നടത്തുന്നത്, നിങ്ങളാണ് മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു ഓൺടർപ്രനറേ അല്ല. യു ആർ വിത്ത് മീ? Because you should be getting freedom. Freedom means taking the business to the next level. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളായിരിക്കരുത് ഈ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യണം, മാർക്കറ്റിങ്ങും സെയിൽസും ഫിനാൻസും എല്ലാം കൂടെ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ യു ബിക്കം ദ ലേബർ ഓഫ് യുവർ ഓൺ. എത്ര പേര് അംഗീകരിക്കേണ്ടത്? ഒരിക്കലും ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തികൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, യു ഷുഡ് നോട്ട് ബി വർക്കിംഗ് ഓൺ യുവർ ബിസിനസ്, ഇൻ യുവർ ബിസിനസ് യു ഷുഡ് ബി വർക്കിംഗ് ഓൺ യുവർ ബിസിനസ്. മീനിങ് ആ ബിസിനസ്സിനെ എങ്ങനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാന്നുള്ള തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതിന് പകരം ഉള്ളിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ ഹൈലി ക്വാളിഫൈഡ് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരണം. ഇപ്പം ലെറ്റ്സ് ടേക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഫോണിന് നിങ്ങൾ പറയാം ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് എക്സാമ്പിൾ നിങ്ങൾക്ക് സുഖമില്ലാതായി എന്ന് വിചാരിക്കാം. ഓക്കെ, വിത്ത് മീ? നിങ്ങൾ സുഖമില്ലാതെ 100 കോള് വന്നു വിചാരിക്കുക. നിങ്ങൾ ആ 100 കോൾ എടുക്കുമോ? തീരെ വയ്യ, ഇന്ന് നല്ല പനിയാന്ന് വിചാരിക്കുക, ഫീവറാന്ന് വിചാരിക്കുക. നിങ്ങൾ 100 കോൾ എടുക്കുമോ? ഇല്ല. ആരെടുക്കാം? ആരെങ്കിലും ഉണ്ടോ എടുക്കാൻ? നമ്മുടെ അടുത്ത ആൾക്കാർ ഡൈവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എത്ര ആളുണ്ട് അങ്ങനെ ഡൈവേർട്ട് ചെയ്തിട്ട് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റിയ ആൾക്കാർ എത്ര ആളുണ്ട്? 3 പേരുണ്ട്. ഓക്കെ, പിന്നെ എന്തിനാ ഈ ഫോൺ കോൾ നിങ്ങൾക്ക് വരുന്നത്? കറക്റ്റ്. അവിടെ ട്രാക്ക് മാറിപ്പോയി. നിങ്ങൾക്ക് ഒരിക്കലും ഫോൺ വരാൻ പാടില്ല. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയില്ലേ? നിങ്ങൾ ബിസിനസ് നോക്കേണ്ട ആളാണ്. നിങ്ങൾക്ക് ഈ ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെയിൽസ് സ്റ്റാഫായി മാറിയില്ല. അവിടെ സെയിൽസ് അല്ല, ടെലികോളറായി മാറിയില്ലേ? സോ ടെൽ മീ, വാട്ട് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു വിൽ ഡു നെക്സ്റ്റ് ടൈം? വാട്ട് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് എല്ലാം ഷെയർ ചെയ്യണം, നെക്സ്റ്റ് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നിങ്ങൾക്ക് വരാൻ പാടില്ല. ദ ഫോൺ ഷുഡ് നോട്ട് കം ടു യു അറ്റ് ഓൾ. ഓക്കെ, കാരണം നിങ്ങൾ വിചാരിക്കണല്ല ഇന്ന് കൂടെ വന്നാൽ മാത്രമേ ബിസിനസ് നടക്കുള്ളൂ തോന്നുന്നല്ലോ. അങ്ങനെ ഉണ്ടോ? അതായിരുന്നെങ്കിൽ അത് മാറ്റണം. കാരണം അതാണെങ്കിൽ നിങ്ങളെ സ്റ്റാഫ് മെമ്പർ ക്വാളിഫൈഡ് അല്ല എന്ന് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല ലീഡർ അല്ല എന്നുള്ള അതിൻ്റെ അർത്ഥം. വളരെ സിമ്പിളാണ്. കാരണം നിങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രാവും പകലും അവർ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും.
നിങ്ങളെ സ്റ്റാഫും വിളിക്കും, നിങ്ങളെ കസ്റ്റമേഴ്സും വിളിക്കും, ക്ലയൻസും വിളിക്കും. നിങ്ങളായിരിക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ടിൽ പെടുന്ന സ്ട്രെസ്സിൽ വരുന്ന വ്യക്തി നിങ്ങൾ മാത്രമായിരിക്കും. ആ സ്ട്രെസ് നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഈ ടെലിഫോൺ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികൾ ശരിക്കുള്ള നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് ശരിക്കുള്ള ആൻസർ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അവരെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെ. അപ്പോൾ അവിടെ എന്താണ് കുറവുള്ളത്? അവിടെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും നിങ്ങളെ പ്രൊഡക്റ്റ് നോളജ് കറക്റ്റായിട്ട് കൊടുക്കാൻ എന്തൊക്കെയാണ് ലൂപ്പ് ഹോൾസ് ഉള്ളത്? വാട്ട് ഈസ് ദാറ്റ് 3 things that you will do that you have never done till now so that they get educated about the product? ഓക്കെ. എന്താ ചെയ്യാൻ പറ്റുക? പറയൂ. അവരൊന്നും കൂടെ മോട്ടിവേറ്റ് ചെയ്ത് ഒന്നും കൂടെ ട്രെയിനിങ് കൊടുത്ത് ഇതിലേക്ക് കൊണ്ടുവരണം. മോട്ടിവേറ്റ് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക, ഓക്കെ, പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, പ്രൊഡക്റ്റ് നോളജ് കൊടുക്കുക, അല്ലേ? യെസ്. പിന്നെ അവർക്ക് സാലറിയോ? അതും കൂട്ടണം, ഓഫ് കോഴ്സ്. നിങ്ങൾ കൂട്ടിയാൽ മതിയാവും. അവർക്ക് എത്ര പേര് അത് അംഗീകരിക്കണം? നമ്മൾ സാലറി കൂട്ടണം. കാരണം അവരെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യിപ്പിക്കണ്ടെങ്കിൽ സാലറി കൂട്ടണം. സാലറി കൂട്ടിയാൽ മാത്രം പോലെ സാലറി കൃത്യമായിട്ട് കൊടുക്കും വേണം. ചിലർ സാലറി കൂട്ടും പക്ഷെ കൊടുക്കൽ 2-3 മാസം കഴിഞ്ഞിട്ട്. അങ്ങനെ ആവരുത്. അതിനോട് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. അപ്പം വൺ ഇസ് മോട്ടിവേറ്റ് ചെയ്യുക, രണ്ടാമത്തെ നിങ്ങൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, പ്രൊഡക്റ്റ് നോളജ് കൊടുക്കുക, ആൻഡ് സാലറിയിൽ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഇനി എങ്ങനെ മോട്ടിവേഷൻ ചെയ്യുക അവർക്ക്? വാട്ട് യു മീൻ ബൈ മോട്ടിവേഷൻ? അവർക്ക് അവരെ പ്രൈസ് ചെയ്യുക, ചില കാര്യങ്ങളിൽ അവർ കൊണ്ടുവരുന്ന ഡീറ്റെയിൽസ് ചെയ്യുന്ന വർക്കുകളിലൊക്കെ ആയിട്ട്. അപ്പൊ ഇൻസെന്റീവ്സ് ആ പറഞ്ഞത് നിങ്ങൾ, അങ്ങനെയാണോ? ഇൻസെന്റീവ്സ്, അതായത് ഓരോ പെർസെന്റേജ് വെച്ചിട്ട് കൊടുക്കുക, അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അവർ ചെയ്യുന്ന നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ചെയ്യുന്ന വർക്കുകളിൽ. ഓക്കെ, ഗ്രേറ്റ്. ഇപ്പൊ ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യാൻ പോകും. നിങ്ങൾ എനിക്ക് അറിയില്ല നിങ്ങൾ ആരാണ്, എവിടെയാണ്, എന്ത് ബിസിനസ് ഒന്നും അറിയില്ല, പറയും വേണ്ട. നമ്പർ 1, എല്ലാവരും നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്ത്, അപ്രീഷിയേഷൻ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. റൈറ്റ്? വന്നിട്ട് തോളത്ത് 4 തട്ടിയിട്ട് പറയാം യു ഹാവ് ഡൺ എ ഫെന്റാസ്റ്റിക് ജോബ്, ടീമിന്റെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ നല്ലതാണ്, ഒരു ട്രോഫി തന്നാൽ നല്ലതാണ്. പക്ഷെ നമ്മൾ ഒന്നും കൂടെ ആലോചിക്കേണ്ടത്, ഈസ് ദാറ്റ് വാട്ട് ഐ വാണ്ട് ഓർ ഈസ് ദാറ്റ് സംതിങ് മോർ ദെൻ ദാറ്റ്? അപ്പോൾ എങ്ങനെ അത് മനസ്സിലാക്കുക? ഓരോ വ്യക്തികളുടെ നിങ്ങൾക്കുള്ള സ്റ്റാഫ് മെമ്പേഴ്സിന്, നിങ്ങൾ പറഞ്ഞ 3 സ്റ്റാഫ് മെമ്പേഴ്സ് ആണെന്നുള്ളത്, നിങ്ങൾ അവരായിട്ട് ശരിക്കും സംസാരിച്ചിട്ട് അവരുടെ നീഡ്സ് മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്റെ അടുത്ത് 7 പേരുണ്ട്. ഓക്കെ, അവരുടെ നീഡ്സ് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. ഓക്കെ, അത് നിങ്ങൾക്ക് തോന്നില്ല നീഡ്സ് മനസ്സിലാക്കുന്നത്? അതായത് ഓരോരുത്തർക്കുള്ള നീഡ് വ്യത്യാസം ഉണ്ടാവും. ഒരു വ്യക്തിന്റെ നീഡ് ആയിരിക്കില്ല മറ്റേ വ്യക്തിന്റെ നീഡ്, ശരിയല്ലേ? അതെ. ഒരാൾക്ക് ചിലപ്പോൾ പണമായിരിക്കും ഏറ്റവും വലുത്, കാരണം ആരുടെങ്കിലും ആ വ്യക്തിന്റെ കല്യാണമായിരിക്കാം, മറ്റാൾക്കൊരു വീടായിരിക്കും ഏറ്റവും വലിയ നീഡ്. ഓരോരുത്തർക്കും ഓരോ നീഡ് ഉണ്ട്. എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? അപ്പോൾ എല്ലാത്തിനെയും ഒരേപോലെ മോട്ടിവേഷൻ എന്നുള്ള പദം കൊണ്ട് നമ്മൾ ഒരിക്കലും എല്ലാവരും അലങ്കരിക്കാൻ പറ്റില്ല. ബിക്കോസ് everyone, the need of each and every individual working for you in your organization has got different needs. അതിനനുസരിച്ച് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആ സ്റ്റാഫ് മെമ്പേഴ്സിന് ശരിക്കും ഇരുന്നിട്ട് നിങ്ങൾ പുറത്ത് പോയിട്ട് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഈ 7 സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ട്, അവർക്ക് എപ്പോഴെങ്കിലും പുറത്ത് പോയി സംസാരിക്കുക, അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ കുടുംബം, അവരെവിടെ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം, അവരുടെ പാഷൻ എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അതൊക്കെ ഉണ്ട്. നമ്മളെപ്പോഴും അവരുടെ കൂടെ തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഫാന്റാസ്റ്റിക്. എല്ലാ ഹെൽപ്പ്, വെരി ഗുഡ്. അതൊക്കെ വളരെ നല്ലത്. ദാറ്റ്സ് എ ലീഡർഷിപ്പ് ക്വാളിറ്റി. അങ്ങനത്തെ ക്വാളിറ്റി ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ യു ഓൺ ദ റൈറ്റ് ട്രാക്ക്. ദ ഓൺലി തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഇസ് ആ പാർട്ട്. ഓഫ് കോഴ്സ് ഈ 7 പേരിലെ 7 പേരും അതിൽ 5 പേര് എന്റെ കൂടെ 6 വർഷത്തിൽ കൂടുതലായി. ബ്യൂട്ടിഫുൾ. ഇനി നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യം. one is called responsibility, other one is called accountability. ഈ ഒരു 7 ടീമിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളല്ലേ? നിങ്ങളെ കീഴിലുള്ള 7 ആൾക്കാരല്ലേ? അപ്പൊ നിങ്ങൾ റെസ്പോൺസിബിൾ അല്ലേ? അതെ. ഓക്കെ, അവർ അക്കൗണ്ടബിൾ ആയിരിക്കണം. അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ അവർക്ക് ഓരോരോ ടാർഗറ്റോ അല്ലെങ്കിൽ എയിമോ whatever it is ഒബ്ജക്റ്റീവോ നിങ്ങൾ കൊടുത്തിരിക്കണം. അവർ അക്കൗണ്ടബിൾ ആയിരിക്കണം അതിന് വേണ്ടിയിട്ട്. അത് ടെലിഫോൺ കോൾ ആയാലും വേണ്ടില്ല, നിങ്ങൾ കറക്റ്റായിട്ട് പറയാം എനിക്ക് ആ ടെലിഫോൺ കോൾ വരാൻ പാടില്ല. നിങ്ങൾ 6 പേരുണ്ടെങ്കിൽ 7 പേരിന് നിങ്ങൾ അത് ഏറ്റെടുക്കണം ഫുള്ളി. അതിനുള്ള എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അവർക്ക് എന്താ വേണ്ടത്, അത് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക. നിങ്ങൾ KPI സെറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. ഓക്കെ, അത് എന്താന്നുള്ള അറിയില്ലേ? സത്യത്തിലില്ല. കാരണം കുഴപ്പമില്ല. ഇവിടെ നമ്മൾ ആരെയും കളിയാക്കാനും പോകില്ല. KPI എന്ന് വെച്ചാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്നല്ല ഇൻഡെക്സ് എന്ന് പറയും. എല്ലാ 3 മാസം ഓരോരുത്തരുടെ പെർഫോമൻസ് നോക്കാം. ആ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾ സാലറിയിൽ ചേഞ്ചസ് ഒക്കെ വരുത്താം. അപ്പോൾ എല്ലാ 3 മാസം നിങ്ങൾ നോക്കുമ്പോൾ എത്ര സെയിലാണ് നടന്നത്, എത്ര കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് കിട്ടി, അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഓരോരുത്തർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പറ്റും. അവരെല്ലാവരും 7 പേരും ചിലപ്പോൾ ഒരേ ദിവസമായിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ അവരുടെ ഗ്രോത്ത് വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായില്ലേ? ജോയിൻ ചെയ്ത് ഒരേ ദിവസമായിരിക്കും ചേർന്നുണ്ടാവുക, കമ്പനി ജോയിൻ ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ അവരുടെ ഗ്രോത്ത് വ്യത്യാസം ഉണ്ടാവും. ഗ്രോത്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? KPI ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. എത്ര പേർക്ക് ബിസിനസ്മാൻമാരുണ്ടെങ്കിൽ ഗോട്ട് ഇന്ന് ടൈപ്പ് ചെയ്യുക, GI എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക? എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്?
ഇവർക്ക് ടാസ്കുകൾ ഓരോന്ന് കൊടുത്ത് അസൈൻ ചെയ്ത് കൊടുത്ത് അതിന്റെ റിപ്ലൈ എങ്ങനെ വരുന്നുണ്ട് എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ എന്നാ നിങ്ങൾക്ക് KPI സെറ്റ് ചെയ്യാൻ പറ്റുക? ആ KPI സെറ്റ് ചെയ്യാൻ പറ്റും. KPI എന്നാ സെറ്റ് ചെയ്യാൻ പറ്റുക? ആരാ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക അതിന്? ആരെങ്കിലും അതിൽ ഉണ്ടോ? നമ്മുടെ ഓഫീസ് സ്റ്റാഫ് അതിലായിട്ടുള്ള 2 പേരുണ്ട്, ഓഫീസിൽ ഇരിക്കുന്നവർ തന്നെ ഉണ്ട്. അവർക്ക് KPI ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ? അതിനെ കുറിച്ച് ഞാൻ ഒന്നും കൂടെ പഠിച്ചിട്ട്. അതെ, അവർക്കും സെറ്റ് ചെയ്യണം, നിങ്ങൾക്കും സെറ്റ് ചെയ്യണം കേട്ടോ. അതെ അതെ, നിങ്ങൾക്കും സെറ്റ് ചെയ്യണം. ഉം. അവിടെയാണ് എക്സ്റ്റേണൽ കോച്ചസ് എൻ്റെ പോലത്തെ ആൾക്കാർ വരില്ല. അപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്യല് നിങ്ങളെ പോലത്തെ ഓണേഴ്സിന് വേണ്ടി ഞങ്ങൾ സെറ്റ് ചെയ്യല്. ഉം. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ ടീമിനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഉം. യു ഗോട്ട് മീ? ഒരു ഹൈറാക്കി മനസ്സിൽ കാണുക. അതായത് നിങ്ങൾ ടോപ്പിൽ CEO എന്ന് വിചാരിക്കുക, നിങ്ങളെ ഫൗണ്ടർ എന്ന് വിചാരിക്കുക. നിങ്ങളുടെ കീഴിൽ നിങ്ങളെ ഹൈറാക്കിയിൽ ചിലപ്പോൾ മാനേജേഴ്സ് ഉണ്ടാവും, അവരെ താഴെ നിങ്ങൾ വർക്കിംഗ് സ്റ്റാഫ് ഉണ്ടാവും, അതിൻ്റെ താഴെ ബ്ലൂ കോളർ ജോബ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു 10-100 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക നിങ്ങളെ ഹൈറാക്കിയിൽ. ഓരോരുത്തരും അവരെ തൊട്ട് മേലത്തെ ആളായിരിക്കും KPI സെറ്റ് ചെയ്യല്. അവന് സെറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ മേലെ വന്നു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും വരില്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു KPI വേണം. മനസ്സിലായി? നിങ്ങളെ KPI ബിസിനസിന്റെ ഹോൾ KPI ആ. റെസ്പോൺസിബിലിറ്റി നേരത്തെ പറഞ്ഞില്ല, അത് ആ ഒരു KPI സെറ്റ് ചെയ്യുമ്പോഴാണ് ആ ബിസിനസ് മുമ്പോട്ട് പോയത്. അവിടെയാണ് മിഷനൊക്കെ ശരിക്കും വർക്ക് ചെയ്യണ്ടാവും നോക്കല്. മനസ്സിലായി? അപ്പോൾ അതിനൊരു ശരിക്കും നല്ലൊരു പ്രൊജക്ട് വർക്ക് ചെയ്യാം. ഓക്കെ, എന്നാൽ ഈ ടെൻഷൻ എല്ലാം പോവും. നല്ല SOP ഉണ്ടോ നിങ്ങൾക്ക്? എല്ലാത്തിനും SOP ഉണ്ടോ? എല്ലാത്തിനും ഇല്ല. എല്ലാത്തിനും SOP ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തലവേദന ഉണ്ടാവില്ല. എത്ര പേര് മനസ്സിലായി? നോ SOP തലവേദന. SOP ഉണ്ടെങ്കിൽ ഒരു തലവേദന ഉണ്ടാവില്ല. ഒരു തലവേദന നിങ്ങൾ പോയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പനി പിടിച്ച് കിടന്നാൽ പോലും ബിസിനസ് അതിൻ്റെതായ ഭംഗിയിൽ നടക്കും. മനസ്സിലായില്ല? SOP ഇല്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടെങ്കിലായിരിക്കും ചിലപ്പോൾ ബിസിനസ് നടക്കാതാവാം. നേരെ വിപരീതമായിരിക്കും ചിലപ്പോൾ നടക്കണ്ടാവും. നിങ്ങൾ ഉണ്ടാകുമ്പോൾ ബിസിനസ് നടക്കില്ല, നിങ്ങൾ ഇല്ലാത്തപ്പോൾ മറ്റൊരു ഹാൻഡിലും ചെയ്യും. ഞാൻ ആരും കളിയാക്കില്ല കേട്ടോ, ഒന്ന് പേഴ്സണലായിട്ട് എടുക്കരുത് കേട്ടോ. ഇല്ല. ഓക്കെ, എല്ലാവർക്കും നന്നാൻ വേണ്ടിയിട്ട് ഒരു ക്ലാരിറ്റി കൊടുക്കാന്ന് മാത്രം. ഞാൻ ഒരു എക്സ്പേർട്ട് ഒന്നും അല്ല, ഞാൻ ജസ്റ്റ് ഒരു ക്ലാരിറ്റി ചാലഞ്ച് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ചാലഞ്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇസ് ദാറ്റ് ഓക്കെ? വല്ല ക്ലാരിറ്റിയും കിട്ടിയപ്പോൾ? ഓക്കെ, 3 സ്റ്റെപ്പ്, നിങ്ങൾ ചെയ്യാത്ത 3 സ്റ്റെപ്പ് എന്താ നിങ്ങൾ ചെയ്യാം? ഒന്ന്, KPI സെറ്റ് ചെയ്യണം. ബ്യൂട്ടിഫുൾ. നമ്പർ 2? നമ്പർ 2, SOP കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തിട്ട്. ബ്യൂട്ടിഫുൾ. നമ്പർ 3? പിന്നെ മീസെൽഫ് ഐ ഹാവ് ടു ചേഞ്ച്. എക്സാക്ട്ലി കറക്റ്റ്. നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ പേഴ്സണലി കോൾ മീ ആൻഡ് ഐ ക്യാൻ ഹെൽപ്പ് യു. നോട്ട് ഇൻ ദ ഗ്രൂപ്പ് ബട്ട് പേഴ്സണലി. ഇപ്പോൾ ക്ലാരിറ്റി കിട്ടിയോ? യെസ്. ആർ യു ഹാപ്പി? യാ. റിയലി ഹാപ്പി? റിയലി യെസ്. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് റോ. നിങ്ങൾ ആരൊന്നും പറയണ്ട, നിങ്ങൾ മെസ്സേജ് അയക്കും, നിങ്ങൾ അപ്പം പറഞ്ഞാൽ മതി. നിങ്ങൾ ആരാണ്, എന്ത് ബിസിനസ് ആണ് അപ്പം പറഞ്ഞാൽ മതി. യെസ്. താങ്ക് യു. Thank you. Next caller, please.